ഇപ്പോഴത്തെ സാരംഗിന്റെ അവസ്ഥ കണ്ടില്ലേ? ഇതിനിയും മാറും. അധികം താമസിയാതെ ഒരു തെരുവ് തെണ്ടിയുടെ രൂപത്തില് അയാളെ കണ്ടാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇതിനകത്ത് കിടക്കുമ്പോഴും ആന്റിയുടെ ചങ്കൂറ്റം ഞാൻ സമ്മതിച്ചു തന്നു. ഇത് വല്ലാത്ത സ്പിരിറ്റാ. എവിടുന്ന് തുടങ്ങി എവിടെ നിൽക്കുന്നുവെന്ന് ഞാനൊന്ന് എഴുതി വെക്കുകയാണെങ്കിൽ കുറെ പേർക്ക് പഠിക്കാനുള്ളൊരു പുസ്തകമാകും അത്. ഞാൻ ആ സാഹസം കാണിക്കുന്നില്ല. എന്താ ഈ നിന്റെ ട്രാവൽ? അതൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. അവൾ മൈഥിലിയുടെ മകളാണ്. ഏതിരുട്ടിലേക്ക് മകൾ നടന്നു പോകുമ്പോഴും മൈഥിലിയുടെ ഒരു പിൻവിളി മതി അവള് തിരിച്ചു ചെല്ലാൻ. കുടുംബത്തിനെ കുറിച്ച് ആന്റി പറഞ്ഞു തന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ കരുതി തന്നെയാ. അപ്പോ ആവണി? ആന്റിയോട് പറയാൻ എനിക്ക് ഇത്തിരി ചമ്മലുണ്ട്. പകരം വീട്ടാനുള്ള ലിസ്റ്റിൽ അവളുണ്ട്. ആന്റിയോട് കൂടുതൽ സംസാരിച്ച് എതിർക്കുന്ന ഒരാളെ പോലും വെറുതെ വിടാൻ പാടില്ല എന്നൊരു തീരുമാനം എന്റെ മനസ്സിലിപ്പോണ്ട്. വെരി ഗുഡ്. കുറച്ചുനാള് മുൻപേ നീ എന്റെ കൂടെ വേണമായിരുന്നു. സാരമില്ല. ഒരു പക്ഷേ ഒരു ചെറിയ ഇടവേള ഉണ്ടായാൽ പോലും ആന്റി പുറത്തു വരില്ലേടാ. നിന്നെ ഞാൻ എന്റെ രാജകുമാരനാക്കി വാഴിക്കില്ലേ? അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യസമയത്ത് എനിക്കിവിടെ അറിയാൻ പറ്റണം. അതാണ് ഇപ്പൊ നിന്റെ മെയിൻ ഡ്യൂട്ടി. ഓക്കേ. നമസ്കാരം ഫാദർ. നമസ്കാരം. സുഖല്ലേ കുഞ്ഞ്? അതെ. മൈഥിലി കൂടെ സുമയുടെ കാര്യം പറയാറുണ്ട്. മൈഥിലി മോൾക്കൊരു കൈത്താങ്ങാണ്. ദൈവത്തിന്റെ കാര്യം അങ്ങനെ. ചിലരെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കും, ചിലരൊക്കെ സഹായിക്കാൻ, ചിലതൊക്കെ പരിചരിക്കാൻ, ചിലത് എന്നേക്കും കൂടെ നിൽക്കാൻ. മൈഥിലി. ഫാദർ വരൂ. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഈ നേരത്തിപ്പോ വേണമെങ്കിൽ ഒരു കട്ടൻ ചായ ആയിക്കോട്ടെ. ഫാദർ, നടത്തത്തിനിടയ്ക്ക് ഇങ്ങോട്ടൊന്ന് കയറിയെന്നേ ഉള്ളൂ. അപ്പോ സുമ ഒരു കട്ടൻ ചായ തരാന്ന് പറഞ്ഞു. നടത്തത്തിനിടയ്ക്ക് കയറിയെന്ന് പറഞ്ഞാല് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണോ? അല്ല. അപ്പൊ ഇങ്ങോട്ട് തന്നെ വന്നതാ? വന്നതെന്തോ ഗൗരവമുള്ള കാര്യം പറയാനല്ലേ? മോളുടെ അടുത്ത് എന്തെങ്കിലും ഒളിച്ചു വെക്കാൻ പറ്റുമോ? അല്പം ഗൗരവമുള്ളൊരു കാര്യമുണ്ട്. എന്താ? സത്യത്തിൽ എന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ആവശ്യവുമായി അയാൾ വന്നു നിൽക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇത്രയും ആഴത്തിലൊരു തകർച്ചയാണോ അയാളുടേത്? പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. എന്റെ മുമ്പിൽ എപ്പോഴും ജയിച്ച ആളിന്റെ മട്ടും ഭാവോ. അപ്പൊ പിന്നെ ഞാനൊന്നും പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഇത് കൊള്ളാലോ സുമേ. അത്യാവശ്യം ഒരു ഉന്മേഷത്തിന് ഇത് തന്നെ ധാരാള. അവൾക്ക് ഇതിലും വലിയൊരു അംഗീകാരം ഇനി കിട്ടാനുണ്ടാവില്ല. വീട് മറ്റാർക്കും വിൽക്കുന്ന കാര്യത്തിൽ മൈഥിലിക്ക് താല്പര്യമുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അയാൾ പറഞ്ഞ അടുത്ത മാർഗം ഇത് മൊത്തമായിട്ട് മൈഥിലി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അത് നടക്കുമോ? സാരംഗിന്റെ അവസ്ഥ കണ്ടിട്ട് ഫാദറിന്റെ മനസ്സൊന്ന് വിറച്ചു അല്ലേ? എത്ര ദുഷ്ടതരം കാണിക്കുന്നവനായാലും ഗതികേട് തന്നെയാണല്ലോ. അയാളുടെ അവസ്ഥയെ പകയോടെ നോക്കാൻ എനിക്ക് പറ്റില്ല. ഞാനും പകയോടെ നോക്കാറില്ല ഫാദർ. അയാൾ ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടു. ഞാനത് മൈഥിലിയോട് പറഞ്ഞു. തീരുമാനം മൈഥിലിയുടേതാണ്. ഫാദറിന് പോകാൻ തിടുക്കുണ്ടോ? ഇല്ല. എങ്കിൽ സാരംഗ് വരട്ടെ. ഫാദറിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഞാൻ സാരംഗിനോട് സംസാരിക്കാം. ഒരിക്കൽ സംസാരിക്കാൻ പോലും സമ്മതിക്കാതെ കൺമുമ്പിൽ നിന്ന് എന്നെ ആട്ടിയിറക്കിയ ആളാ സാരംഗ്. ഇപ്പൊ അയാള് ഈ അവസ്ഥയിൽ എന്റെ മുന്നിൽ വന്നിക്കുന്നു. ദൈവത്തിന്റെ ഓരോ കളികൾ അല്ലേ?
കുട്ടിച്ച, എന്തായി? വല്ലതും അറിഞ്ഞോ? കാര്യങ്ങൾ സംസാരിക്കാൻ ഫാദർ അവിടെ എത്തിയിട്ടുണ്ട്. സാരംഗുണ്ടോ അവിടെ? മൈഥിലിയും സാരംഗിനെയും ഒന്നിച്ചിരുത്തി സംസാരിക്കേണ്ട കാര്യമല്ലേ? പ്രത്യേകിച്ചും ആവശ്യം സാരംഗിന്റെ കൂടെ ആവുമ്പോ. നല്ലൊരു കുടുംബമായിരുന്നു. അതിനെ ഇങ്ങനെ വെട്ടിമുറിച്ച് 2 ഭാഗമാക്കാന്ന് പറഞ്ഞ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലക്ഷ്മി? ഒന്നിനെ ഒന്നായി കാണാൻ അവന് പറ്റുന്നില്ലെങ്കിൽ ഒന്നിനെ 2ആയി തന്നെ കാണട്ടെ. അല്ല, ശരിക്കും അവന്റെ കാഴ്ച അങ്ങനെയായി തുടങ്ങിയിട്ട് കാലം കുറച്ചായി. അവിടെ തുടങ്ങിയത് അവന്റെ നാശം. എന്നിട്ടും സാരംഗിന് അത് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞ മനസ്സിലാവില്ല ലക്ഷ്മി. ഒപ്പം നിൽക്കാൻ ഭാര്യയെക്കാളും സ്വന്തം ചോരയിൽ പിറന്ന മക്കളെക്കാളും വിശ്വസിക്കാവുന്ന പലരും വന്നപ്പോ സാരംഗ് മനുഷ്യനിൽ നിന്നും ദൈവത്തെക്കാളും മേലെ വളർന്നു എന്നുള്ള ചിന്തയിലായി. എന്നിട്ടിപ്പോ എന്തായി? ഒറ്റിക്കൊടുത്തില്ലേ? ചതിച്ചില്ലേ? പണത്തിനു വേണ്ടി പലരുടെയും മുന്നിൽ ഇരക്കേണ്ടി വന്നില്ലേ? പഠിക്കില്ല ലക്ഷ്മി. തലയ്ക്ക് മീതെ വെള്ളം വന്ന അതിനു മേത തോണി എന്ന് ചിന്തിച്ചു നടക്കുന്ന അവൻ ഇനിയും പഠിക്കില്ല, ഒരിക്കലും പഠിക്കില്ല. എന്റെ ദൈവമേ, മൈഥിലിയുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യം ഓർക്കുമ്പോഴാ. അവർക്കെന്താ? അവർക്ക് ഞാനില്ലേ, നീയില്ലേ, അവളുടെ അച്ഛനില്ലേ? അവരൊരിക്കലും ആരും ഇല്ലാത്തവരൊന്നും ആവില്ല. എന്തായാലും അവര് സംസാരിക്കട്ടെ, ഒരു തീരുമാനത്തിൽ എത്തട്ടെ. അത് കഴിഞ്ഞ് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. എന്തായി ഫാദർ? മൈഥിലിയോട് സംസാരിച്ചോ? സാരംഗ് പറയാൻ ഏൽപ്പിച്ച കാര്യം ഞാൻ മൈഥിലിയോട് പറഞ്ഞു. എന്നിട്ട് എന്നോടായിട്ട് മൈഥിലി ഒരു മറുപടി പറഞ്ഞില്ല. സാരംഗ് വരട്ടെ എന്നാ പറഞ്ഞത്. എനിക്കിത് നടന്നേ പറ്റുമെന്ന് ഫാദർ പറഞ്ഞില്ലേ? താൻ എന്നോട് പറഞ്ഞ ഒരു വാചകം പോലും ഞാൻ മൈഥിലിയോട് പറയാതിരുന്നിട്ടില്ല. സാരംഗി ഇരിക്ക്. നമ്മളൊരു ഡീലല്ലേ സംസാരിക്കാൻ പോകുന്നത്. കുറച്ച് ദിവസം മുമ്പ് സാരംഗി ഇതുപോലൊരു ഡീലിന് വേണ്ടി എന്നെ വിളിച്ച് മുമ്പിലിരുത്തിയിരുന്നു. ഓർമ്മയുണ്ടോ? അന്ന് നിങ്ങളുടെ ആവശ്യമല്ല, അഹങ്കാരം. ഞാനും എന്റെ മക്കളും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നായിരുന്നു. വീടിന്റെ അവകാശം വിട്ടുതരുന്നതിന് എത്ര വേണമെങ്കിലും തരാൻ തയ്യാറുമായിരുന്നു. എനിക്ക് പഴയ കാര്യങ്ങളൊന്നും കേൾക്കണമെന്നില്ല. ഇത് ഒരുപാട് പഴയതൊന്നും അല്ലല്ലോ, വളരെ തൊട്ടടുത്ത് നടന്ന കാര്യമല്ലേ. പക്ഷേ അവിടെ നിന്ന് ഇതേ അവസ്ഥയിലേക്ക് സാരംഗ് ഇത്ര പെട്ടെന്ന് എത്തിയല്ലോ. അതാണ് ഫാദർ പറയുന്ന ദൈവത്തിന്റെ മഹത്വം. ഫാദർ പറഞ്ഞ കാര്യത്തിന് തീരുമാനം എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ആദ്യ ഗൗരവമൊക്കെ ഒന്ന് വിട്. സത്യത്തില് ഈ കാര്യത്തിന് ഫാദറിനെ ബുദ്ധിമുട്ടിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എന്നോട് നേരിട്ട് ചോദിച്ചാ പോരെ? പറയാനുള്ള മറുപടി ഞാൻ നേരിട്ട് പറയുമായിരുന്നല്ലോ. വീട് വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഒരു കാരണവശാലും സമ്മതിക്കില്ല. പിന്നെ സാരംഗിന്റെ പോഷൻ ഞാൻ ഏറ്റെടുത്ത് സാരംഗിനെ സെറ്റിൽ ചെയ്യുന്ന കാര്യം, അത്രയ്ക്കൊന്നും ഞാൻ സമ്പന്നയല്ല. എന്റെ കുടുംബവും അത്ര സമ്പന്നമല്ല. അപ്പൊ പിന്നെ അത് നടക്കില്ല. നടന്നേ പറ്റൂ. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചാലോ? സാരംഗ്, പ്ലീസ്, എന്നെ നടുവിലിരുത്തിക്കൊണ്ട് നിങ്ങൾ പരസ്പരം ഒരു വെല്ലുവിളി നടത്തണ്ട. അത് മോശമാണ്. ഫാദർ പേടിക്കണ്ട, ഞാനങ്ങനെ വെല്ലുവിളിക്കൊന്നുമല്ല. സാരംഗ് ഒരു കാര്യം പറഞ്ഞു, അത് നടക്കില്ലെന്ന് ഞാനും പറഞ്ഞു. അതവിടെ തീർന്നു. എന്റെ അവസ്ഥ നീ മുതലെടുക്കുകയാണല്ലേ? സാരംഗിന്റെ അവസ്ഥ സാരംഗ് തന്നെയാണ് വരുത്തി വെച്ചത്. അതിൽ എനിക്കൊരു പങ്കുമില്ല. കോടികൾ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇതെങ്കിലും നഷ്ടപ്പെടാതിരിക്കാൻ ഞാനൊരു കാരണമാവുന്നു വിചാരിച്ചാൽ മതി. അങ്ങനെ നല്ല രീതിയിൽ ചിന്തിച്ചൂടെ? നിർത്ത. ഇനി ഈ വിഷയത്തിനകത്ത് നിന്റെ മേന്മ കാണിക്കാൻ ശ്രമിക്കണ്ട. എന്റെ സർവ്വ സ്വത്തുക്കളും പിടിച്ചെടുക്കുന്ന കൂട്ടത്തില് ഇതുകൂടി പിടിച്ചെടുക്കാൻ ഞാൻ അങ്ങ് പറഞ്ഞാൽ ആർക്കും ഇല്ലാതെ ഇത് ഒരുപക്ഷെ അങ്ങ് പോവും. അത്യാവശ്യ നിയമമൊക്കെ എനിക്കും അറിയാം. എന്റെയും കൂടി പേരിലുള്ള ഈ വീടും പറമ്പും നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം പിടിച്ചെടുത്തോണ്ട് പോകാനൊന്നും ആരും വരില്ല. അങ്ങനൊരു നിയമവും ഇല്ല. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം ഫാദർ. സാരംഗ്, ഇതിലും നല്ല രീതിയിൽ നടന്നു പോകണമെന്ന് ഞാൻ കരുതിയതാ.
അതിനും നടന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ രീതിയിൽ നോക്കാനറിയാം. എടോ, മോളെ, അതൊന്നും കേട്ട് ഫാദർ പേടിക്കണ്ട. ആ സാരംഗ്, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. തന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അപേക്ഷയാണ്, ഈ ഒരു വിഷയത്തിന്റെ പേരിൽ മൈഥിലിയോടോ കുഞ്ഞുങ്ങളോടോ തന്റെ ശത്രുത ഉണ്ടാവാൻ പാടില്ല. ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ക്ഷണിച്ചുകൊണ്ട് വന്നതാ ഫാദറിന്. ഉപദേശം വേണ്ടപ്പോ ഞാൻ ഇനിയും വന്നോളാം. തന്നെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാടോ? ഫാദർ ഇങ്ങോട്ടൊന്നും പറയണ്ട. പറയാനുള്ളത് വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിങ്ങളൊക്കെ ഒറ്റക്കെട്ട. ഫാദറിന്റെ ഉള്ളിലടക്കം എന്നെ തോൽപ്പിക്കണമെന്ന ചിന്തയുണ്ട്. താൻ തോറ്റിട്ട് എനിക്കെന്താടോ കാര്യം? ദിവസേനയുള്ള പ്രാർത്ഥനയിൽ അറിയുന്നവർക്കെല്ലാം മനസൗഖ്യം കിട്ടണമെന്നാ ഞാൻ കർത്താവിനോട് പറയാറുള്ളത്. ഫാദർ ഇറങ്ങിക്കോ. കൂടുതൽ നേരം എനിക്ക് നല്ല വാക്കുകൾ പറയാൻ പറ്റിയെന്ന് വരില്ല. കർത്താവ് നിനക്ക് സമാധാനം തരട്ടെ കുഞ്ഞെ. സാരംഗ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഫാദറിനെ കാണാൻ പോയപ്പോ ഒട്ടും നാണക്കേട് തോന്നിയില്ലായിരുന്നോ? ഇതിനു മുമ്പ് ഫാദറിനെ ഒരിക്കൽ കാണാൻ പോയത് ഓർമ്മയില്ലേ? അന്നത്തെ ആവശ്യം എന്തായിരുന്നു? മൈഥിലിയും മക്കളെയും തിരിച്ചു വേണം, അവരുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണം. അങ്ങനെ ഒരു ചതി തീരുമാനിക്കുമ്പോ ആ പാവം പുരോഹിതനെങ്കിലും അതിൽ നിന്ന് ഒഴിവാക്കായിരുന്നില്ലേ? എന്റെ ഈ വീഴ്ച ചിലപ്പോ 1-2 ആഴ്ച എങ്ങനെ നീണ്ടു നിൽക്കും. അതല്ലെങ്കിൽ 1-2 മാസം. അതിനപ്പുറത്തേക്ക് നീളില്ല. അത് കഴിഞ്ഞ് തിരിച്ചെല്ലാം ഞാൻ നേടുമ്പോഴും ഇതേ അഹങ്കാരത്തിൽ എന്റെ മുമ്പിൽ നീ നിൽക്കണം. ഇതെന്റെ അഹങ്കാരമൊന്നുമല്ല സാരംഗ്. ഞാനും ഉയർച്ചയിൽ നിന്നും തളർന്നു വീണു പോയോള് തന്നെയാ. പിടിച്ചു നിൽക്കണ്ടേ? ഇനി ഈ കാര്യത്തിന് വേണ്ടി കൂടുതൽ ആരെയും ചെന്ന് കാണണ്ട, പ്രത്യേകിച്ച് എന്റെ അച്ഛനെ. നാണക്കേടുന്നൊരു വിഷയം മനസ്സിൽ തൊട്ട് തീണ്ടിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ അതും ചെയ്യും. അതുകൊണ്ടൊരു മുന്നറിയിപ്പ് തന്നതാ. ചെന്ന് കുമ്പിടാൻ നിന്റെ അച്ഛൻ ആരാടി? ദൈവോ? ഒരു കാര്യം ഡോക്ടർ മൈഥിലി മനസ്സിൽ ഉറപ്പിച്ചു വെച്ചോ. ഇനി അങ്ങോട്ട് ഞാൻ ജീവിക്കുന്നത് പകരം വീട്ടാൻ വേണ്ടി മാത്രമാ. എന്നെ വീഴ്ത്തിയവരോടുള്ള പകയേക്കാൾ എന്റെ പക നിന്നോടാ. അത് ഞാൻ തീർക്കും. നിലവിട്ട് നീ കരയുന്നത് ഞാൻ കാണും. സത്യത്തിൽ നിങ്ങളുടെ ശത്രുക്കൾ ഭാഗ്യവാന്മാരാ. നിങ്ങളെപ്പോലെ ബുദ്ധിയില്ലാത്ത ഒരാളെയാണല്ലോ അവര് തോൽപ്പിച്ച് വീഴ്ത്തിയത്. പകയാണത്രേ. ആ വാക്കിന് മാന്യമായ ഒരു അർത്ഥമുണ്ട് സാരംഗ്. അതാദ്യം പഠിക്കണം. എന്താടാ ഇന്ന് മെസ്സേജ് ഒന്നുമില്ലേ? നീ ആമയുടെ മെസ്സേജാണ് ഉദ്ദേശിച്ചത്? യെസ്. എടാ, അതിങ്ങനെ ഒരുമാതിരി പ്രേമരോഗികളെ പോലൊന്നും വരില്ല. എപ്പോഴാണോ മൂഡിലാവുന്നത് ആ നേരത്തെ ചാറ്റ്. ഓ അത് ശരി. അപ്പൊ ഇതങ്ങ് നീണ്ടു നീണ്ടു പോകുമല്ലോ. എടാ, അവളുടെ മെസ്സേജുകളൊന്നുമല്ല. അവൾക്കൊരു ക്യാരക്ടർ ഉണ്ടാ. ജീവിതത്തെക്കുറിച്ച് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അതവളുടെ അമ്മയുടെ നിന്ന് കിട്ടിയതായിരിക്കും. അതങ്ങനെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അവസാനം ഡോക്ടറുടെ മോളെ നിന്നെ പറ്റിച്ചങ്ങ് പോവോ? അതൊരിക്കലും ഉണ്ടാവില്ല. അവളുടെ മെസ്സേജുകളിൽ അറിയാതെ ഒരു പ്രണയത്തിന്റെ നിറം കലർന്നു തുടങ്ങിയിട്ടുണ്ട്. എന്ന് കരുതി അതങ്ങ് സ്പീഡാക്കാനും പറ്റില്ല. സമയം കൊടുക്കാടാ, കൊച്ചല്ലേ. പക്ഷെ എനിക്കെന്തോ കാര്യത്തിൽ നീ തോറ്റുപോകുന്ന എനിക്ക് തോന്നുന്നു. അവളുടെ ക്യാരക്ടറിനെ കുറിച്ച് ഇത്ര ഭംഗിയായിട്ട് നീ പറയുന്നുണ്ടെങ്കിൽ. ഞാൻ അവളോട് പ്രണയമാണ് സംസാരിക്കുന്നെങ്കിൽ അതിനിടയിൽ നിന്ന് ഒരുപക്ഷെ അവള് മനസ്സിലാക്കും. പക്ഷെ ഞാനത് പറയാറേ ഇല്ല. അത്യാവശ്യം വിവരമുള്ള 2 പേർ തമ്മിലുള്ള സംസാരം, അതാണ് ഞങ്ങൾക്കിടയിൽ. സൂര്യന് താഴെയുള്ള ഏത് വിഷയത്തെക്കുറിച്ചുള്ള സംസാരം. എന്നിട്ട് പതിയെ ഒരു ചാല് വെട്ടണം. ആ ചാലിലേക്ക് ഇറങ്ങണം. ആവണിയുടെ മുമ്പിൽ നീ ഒന്ന് തോറ്റതാ. നിന്റെ പ്ലാനൊന്നും അവിടെ വർക്കൗട്ടായില്ല. ആവണി
അവളുടെ തലവരയിൽ ഒരു ദുരന്തമുണ്ട്. അത് എന്നെ കൊണ്ട് വേണോന്ന് പ്രത്യേകം എഴുതി ചേർത്തിട്ടുമുണ്ട്. നീ എന്ത് ചെയ്യും? എന്തും ചെയ്യും. ഒരു കാര്യം തർക്കമില്ലാത്തതാ. ഡോക്ടർ മൈഥിലിയുടെ മകളുമായിട്ട് ഒരു റിലേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആവണിയോടുള്ള പക ഞാൻ തീർത്തിരിക്കും. എന്നെ ആദ്യമായിട്ട് വെല്ലുവിളിച്ചവളെ വെറുതെ വിട്ട പിന്നെ നമുക്ക് എന്ത് വിലയാടാ? സൂക്ഷിച്ചാ മതി. അതത്രേ ഉള്ളൂ. നമുക്ക് കോർട്ടിലേക്ക് പോയാലോ? ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നുണ്ടോ അതോ തിരക്ക് പിടിച്ച് ചാറ്റിങ്ങോ? കളിക്കാൻ ഇറങ്ങാം. കളി പഠിക്കണ്ടേ? വാ കേറ്. ആഹാ, ഇരിക്കെ. കുട്ടിച്ചൻ എന്തേ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത് ലക്ഷ്മിയമ്മേ? ഒരു വിശേഷമുണ്ട്. അത് കുട്ടിച്ചൻ തന്നെ പറയും. കുട്ടിച്ചാ, എന്താ വീട്ടിലെ വിശേഷങ്ങള്? വിശേഷങ്ങളുണ്ട്. സാരംഗൻ ഇപ്പൊ വീട് വിൽക്കണം. ഫാദറിനെ മധ്യസ്ഥനായിട്ടൊക്കെ അവതരിപ്പിച്ചു. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അറിഞ്ഞു. അത് വേണ്ട. ആകെ കത്തി നശിച്ചു നിൽക്കുന്നതിനിടയിലേക്ക് അതും കൂടി വലിച്ചെറിഞ്ഞിട്ട് എന്തിനാ? മോളെ മൈഥിലി, നാളെ എന്താ നിന്റെ പരിപാടി? പ്രത്യേകിച്ച് എവിടെയെങ്കിലും പോവാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നാളെ പ്രത്യേകിച്ച് ഒരിടത്തും പോകാനൊന്നുമില്ല കുട്ടിച്ച. എന്താ? നാളെ സേതുവിന്റെ ആണ്ടാണ്. ഇതുവരെ ഒരു തവണ പോലും അവന് ബലിയിട്ടിട്ടില്ല. എന്റെ പ്രതികാരം തീർത്തതിന് ശേഷമേ ഇനി അങ്ങനെയൊന്നും ഉള്ളൂ എന്നായിരുന്നല്ലോ എന്റെ തീരുമാനം. പ്രതികാരം ഞാൻ അവസാനിപ്പിച്ച നിലയ്ക്ക് ഇനി അവൻ അർഹിക്കേണ്ടത് ചെയ്യണ്ടേ? ഇനി വൈകിച്ച ശരിയാവില്ല മോളെ. നാളെ തന്നെ ചെയ്യണം. ലക്ഷ്മിക്ക് വരാൻ പറ്റാത്തോണ്ട് ആണ്ടുബലിയായി ഇവിടെ ഉമ്മർത്ത് തന്നെ നടത്താമെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ ഇവൾക്കത് സമ്മതമല്ല. ഇത്രയും നാള് വൈകിച്ച് ചെയ്യുമ്പോ അതൊരു ദൈവസന്നിധിയിൽ തന്നെ വേണം. അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് എപ്പോഴാ പോകേണ്ടത് കുട്ടിച്ച? പോണെങ്കിൽ നാളെ വെളുപ്പിന് തന്നെ പോണം. അപ്പൊ ഇയാൾ ഇവിടെ തനിച്ചായി പോവും. എനിക്കെന്താ കുഴപ്പം? ഞാനൊരു കാര്യം ചെയ്യാം. യദുവിനെ യാമയെ ഇങ്ങോട്ട് കൂട്ടാം. അപ്പൊ പിന്നെ ലക്ഷ്മിയമ്മയുടെ കൂടെ അവരിരുന്നോളൂല്ലോ. വേണ്ട മോളെ. രാവിലെ തന്നെ പിള്ളേരെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. വേണം. അവരെ ഇങ്ങ് കൂട്ടിക്കോ മോളെ. വേറൊന്നുമല്ല, നമ്മൾ ഈ ചടങ്ങിന് പോകുമ്പോ ഇവളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. മോനെ കുറിച്ച് ചിന്തിക്കും, കരയും. അപ്പൊ ആരെങ്കിലും അടുത്തില്ലാതെ പറ്റില്ല. അപ്പൊ പിന്നെ ലക്ഷ്മിയമ്മേ, ഇനി ഒരു തർക്കവും വേണ്ട. അല്ലെങ്കിലും അപ്പൂപ്പനും അമ്മയ്ക്കൊരു ആവശ്യം വന്നാ അവരല്ലേ വന്ന് ചെയ്യേണ്ടത്. എന്നാ ആയിക്കോട്ടെ. കർമ്മം ചെയ്യുന്ന തിരുമേനിയോട് ഇത്രയും കാലം വൈകിയതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കണം. അതുണ്ടെന്ന് വെച്ചാൽ അതും ചെയ്യിക്കാം. അടുത്ത തവണ മുതൽ ഇത് മുടക്കരുത് കേട്ടോ കുട്ടിച്ച. അതിപ്പോ ഞാൻ ഉണ്ടായാലും ഇല്ലെങ്കിലും. ദേ കേട്ടോ മോളെ, ഒരു കാര്യം തീരുമാനിക്കുന്നതിനിടയിൽ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ കേട്ടോ. എടോ, ഇതിപ്പോ ഞാനുണ്ടാവോ താനുണ്ടാവോ എന്നൊന്നും ആർക്കും അറിയില്ല. മനുഷ്യൻ ഓരോന്നും ഉണ്ടാവാൻ അധികം സമയമൊന്നും വേണ്ട. ഇനി ഇതും പറഞ്ഞു രണ്ടാളും കൂടി ഒരു ബഹളാവണ്ട. ഞാനെന്ന് ഇറങ്ങിക്കോട്ടെ കുട്ടിച്ച. എനിക്ക് ഫാദറിന്റെ അടുത്തൊന്ന് പോണം. നാളെ രാവിലെ 5 മണിക്ക് എത്തിയാൽ മതിയല്ലോ അല്ലേ? മതി. ശരി. പേടിക്കണ്ടടോ. അവന്റെ ആത്മാവ് അങ്ങനെ അലഞ്ഞു നടക്കൊന്നുമില്ല. തന്റെ പ്രാർത്ഥനയുണ്ടല്ലോ, അത് മാത്രം മതി അവന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ. പിന്നെ ഇതൊരു ചടങ്ങ്, അതിനെ ഒരു കടമായിട്ട് കിടക്കണ്ട. സാരംഗ് പറയുന്ന കേട്ട് അങ്ങനൊരു കാര്യത്തിന് പോണമായിരുന്നോ? എനിക്ക് വേണമെങ്കിൽ പോകാതിരിക്കാമായിരുന്നു. പക്ഷെ എന്താ കുഴപ്പമെന്നറിയോ? അങ്ങനെ വരുമ്പോ അയാൾ വേറെ മാർഗങ്ങൾ സ്വീകരിച്ചെന്ന് വരും. അതൊരു ഒച്ചപ്പാടുണ്ടാക്കും. ഇതിപ്പോ കാര്യങ്ങൾ വ്യക്തമായല്ലോ. മൈഥിലി വ്യക്തമായൊരു മറുപടി പറഞ്ഞപ്പോ അതങ്ങ് അവസാനിച്ചു. അവസാനിച്ചു എന്ന് തീർത്തു പറയാൻ പറ്റില്ല. സാരംഗിന്റെ രീതികൾ നമുക്ക് അറിയാവുന്നതല്ലേ. ഏതെങ്കിലും രീതിയിൽ അയാൾ മൈഥിലിയെ ദ്രോഹിച്ചാലോ? മൈഥിലി ഒറ്റപ്പെട്ടു പോയ പെണ്ണല്ലേ, പിടിച്ചു നിൽക്കുന്നതിന് പരിധികൾ കാണില്ലേ എന്നൊക്കെ ഞാനും വേവലാതിപ്പെട്ട് ചിന്തിച്ച സമയമൊക്കെ ഉണ്ട്.
പക്ഷെ ഇപ്പൊ മൈഥിലിയോട് സംസാരിക്കുമ്പോൾ ആ സംശയം നമുക്കുണ്ടാവില്ല. ജീവിതത്തെക്കുറിച്ച് അവൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, തീരുമാനങ്ങൾക്ക് വ്യക്തതയുണ്ട്. പിന്നെന്താ? ആ രംഗനാഥൻ സാർ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് ഫാദറിനെ കൊണ്ട് വിളിപ്പിക്കാനിരിക്കായിരുന്നു. എന്താ കാര്യം? നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, രഞ്ജിത്തിന്റെ. ഞാനത് അവരോട് പറഞ്ഞപ്പോ അവർക്ക് വല്ലാത്ത സന്തോഷമായി. കമ്പനിയുടെ തുടക്കത്തിന് നല്ലൊരു ദിവസം നിശ്ചയിക്കണം. രഞ്ജിത്തും അനാമികയും വിശ്വാസികളല്ലേ, അപ്പൊ പിന്നെ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് ഒരു സമയം നിശ്ചയിക്കാൻ അവരോട് പറ. അല്ല, ഫാദർ തന്നെ ഒരു ദിവസം. എല്ലാ വിശ്വാസങ്ങളും സത്യമാണ്. അപ്പൊ പിന്നെ അവനവന്റെ വിശ്വാസത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. അപ്പോ അതിനൊരു ആത്മവിശ്വാസം ഉണ്ടാകും. ആ പിന്നെ രംഗനാഥൻ സർ ഈ ഉദ്ഘാടനം തീരുമാനിക്കുന്ന ദിവസം രഞ്ജിത്തിന് കുറച്ച് പണം ആവശ്യമായിട്ട് വരും. അറേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? അതെന്തൊരു ചോദ്യമാ? എത്ര വേണ്ടിവരും മൈഥിലി? ഒരു 25 ലക്ഷം. അത് കുഴപ്പമില്ല. വേണ്ട എത്രയെന്ന് വെച്ചാൽ തലേ ദിവസം ബാങ്കിൽ നിന്ന് എടുത്തു വെക്കാം. താങ്ക് യു സർ.